ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആദരണീയനായ ആന്റണി പഗാനി അച്ഛനോടുള്ള നൊവേനയുടെ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. 16ാം നൂറ്റാണ്ടിൽ ഇറ്റലിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വെനീസിൽ ജീവിച്ചിരുന്ന, എല്ലാവരാലും അറിയപ്പെട്ടിരുന്ന ഒരു ഫ്രാൻസിസ്കൻ സന്യാസ വൈദികനാണ് ആദരണീയനായ ആന്റണി പഗാനി അച്ഛൻ. ദൈവശാസ്ത്രജ്ഞൻ, പ്രാസംഗികൻ, അഭിഭാഷകൻ, സന്യാസ സഭാ സ്ഥാപകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചിരുന്നു. അറിയപ്പെടുന്ന ഒരു കവിയും എഴുത്തുകാരനും താപസനും എല്ലാറ്റിനുമുപരി ഒരു വിശുദ്ധനുമായിരുന്നു പഗാനിയച്ചൻ. നിശബ്ദതയും സംസാരവും ഏകാന്തതയും അപ്പസ്തോല പ്രവർത്തനങ്ങളും മനുഷ്യരെ മറക്കാതെ ദൈവത്തോടുള്ള ബന്ധവും ദൈവത്തെ മറക്കാതെ മനുഷ്യരോടുള്ള ബന്ധവും ആരോഗ്യപരമായ ഒരു സന്തുലിതാവസ്ഥയിൽ അദ്ദേഹം വളർത്തിയെടുത്തു. വിശുദ്ധ ബെനഡിക്റ്റ് പറയുന്നത് പോലെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ എന്ന നിലയിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ പറ്റിയും പരിശുദ്ധ കുർബാനയെ പറ്റിയും പരിശുദ്ധ കന്യകാമറിയത്തെ പറ്റിയും രചിച്ചിട്ടുള്ള കൃതികൾ ഇന്നും വലിയ പ്രാധാന്യമർഹിക്കുന്നതാണ്. സമ്പത്തിനേക്കാൾ ഉപരിയായി ദൈവിക പദ്ധതിക്ക് തന്നെ വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിച്ച പഗാനിയച്ചൻ തൻ്റെ നഷ്ടങ്ങളെ ക്ഷമയോടെ സ്വർഗത്തിലെ നേട്ടങ്ങളായി കരുതി. ഇന്നത്തെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്കുകളിലൂടെ പറയുന്നത്, ക്ലേശങ്ങൾ വെറുതെ പാഴായി പോകുന്നില്ല, മറിച്ച് അവ ദൈവത്തിൻ്റെ ആശ്വാസം അനുഭവിച്ചറിയുവാനും ആ ആശ്വാസം സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് പകർന്നു നൽകുവാനുമുള്ള അവസരങ്ങളാണെന്നാണ്. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ കഷ്ടാനുഭവങ്ങൾ കൊറിന്ത്യ സഭയ്ക്ക് ആശ്വാസവും രക്ഷയും നൽകുന്നതായി തീർന്നു. അവർക്ക് ലഭിച്ച ആശ്വാസം വിശ്വാസികൾക്ക് സമാനമായ കഷ്ടതകൾ സഹിക്കുവാനുള്ള ശക്തി നൽകി. ഈ വചനഭാഗവുമായി ബന്ധപ്പെടുത്തി ആന്റണി പഗാനിയച്ചൻ്റെയും ജീവിതത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്, വളരെയേറെ സഹനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവേഷ്ടമായി തീരട്ടെ എന്ന പ്രത്യാശയോടെ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് പഗാനിയച്ചൻ. തീയിലിരിക്കുന്ന ഇരുമ്പ് ചൂട് സ്വീകരിച്ച് തീയുടെ ചൂടും നിറവും പ്രകാശവും ശക്തിയും രൂപവും സ്വീകരിച്ച് തീ തന്നെയായി തീരുന്നതുപോലെ ദൈവത്തോട് ഐക്യപ്പെട്ട ആത്മാവ് ദൈവസ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃപയാൽ ദൈവീകമായി തൻ്റെ സത്തയിൽ യാതൊരു മാറ്റവും സംഭവിക്കാതെ തന്നെ ദൈവസ്നേഹത്താൽ ദൈവീകമായി രൂപാന്തരപ്പെടുന്നു. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അഗ്നിയിൽ സ്വർണം ശുദ്ധി ചെയ്യപ്പെട്ടതുപോലെ സഹനത്തിൻ്റെ ചൂളയിൽ മാറ്റുരച്ചുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിനെ അനുഗമിക്കാനാണ്. അതിനാൽ കുരിശുകളെ നാം തേടി പോകേണ്ടതില്ല. അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചെറുതും വലുതുമായ സന്തോഷങ്ങളെയും സഹനങ്ങളെയും ദൈവഹിതത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് സ്വീകരിക്കുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിലേക്കാണ് നാം അനുരൂപപ്പെടുകയെന്ന് നമുക്ക് ഓർക്കാം.